മാസങ്ങളായുള്ള പ്രവാസികളുടെ കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസം മുതൽ അവസാനിച്ചു. പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് കുവൈറ്റ് ഓഗസ്റ്റ് 1 മുതൽ വിമാനയാത്രകൾ പുനരാരംഭിക്കുമെന്ന വാർത്ത അറിയിച്ചത്. ഇത് കൃത്യം പറഞ്ഞതുപോലെ തന്നെ പാലിച്ചുവെങ്കിലും ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിലേക്ക് പ്രവാസികളുടെ വരവ് പുനരാരംഭിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച എത്തിയവരിൽ ഭൂരിഭാഗവും ലബനാൻ, ജോർദൻ, മറ്റ് അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ്. തുർക്കിയിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെയാണ് ആദ്യം എത്തിയത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ അധികം വൈകാതെ ആരംഭിക്കുമെന്ന് വ്യോമയാന വകുപ്പ് മേധാവി എഞ്ചിനീയർ യൂസഫ് അൽ ഫൗസാൻ വ്യക്തമാക്കുകയും ചെയ്തു. കുവൈറ്റ് അംഗീകരിച്ച വാക്സിനുകളുടെ ഡോസേജ് പൂർത്തിയാക്കിയവർക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും മറ്റൊരു രാജ്യത്ത് ക്വാറന്റൈൻ ആവശ്യമില്ലെന്നുമാണ് വ്യോമയാന വകുപ്പ് മേധാവി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തിലൂടെ ട്രാൻസിറ്റ് വഴി കുവൈറ്റിലേക്ക് വരാൻ സാധിക്കും. അധികം വൈകാതെ തന്നെ ഇന്ത്യക്കാർക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും യൂസഫ് അൽ ഫൗസാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് വിമാന ഷെഡ്യൂളുകൾക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അതേസമയം കുവൈറ്റ് അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഓഗസ്റ്റ് 1 മുതൽ പ്രവേശനം അനുവദിച്ചത്. അംഗീകൃത വാക്സിൻ 2 ഡോസ് എടുത്തിരിക്കണമെന്നും കുവൈറ്റിൽ ഇഖാമയുണ്ടായിരിക്കണമെന്നുമാണ് പ്രവേശനത്തിന് നിബന്ധന നൽകിയിട്ടുള്ളത്. യാത്രയ്ക്ക് 72 മണിക്കൂർ മുമ്പ് സമയപരിധിയിൽ PCR പരിശോധന നടത്തി കോവിഡ് മുക്തി തെളിയിക്കേണ്ടതാണ്. ഫൈസർ, മൊഡേണ, ആസ്ട്രസെനക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ളത്. ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഒറ്റ ഡോസാണ് അംഗീകരിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യക്കാരായ പ്രവാസികളെ ഇതിൽ നിന്നും ഒഴിവാക്കിയത് ഏറെ നിരാശാജനകമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.